Buongiorno e bentornati tutti. ഒരു റിക്വസ്റ്റ് വന്നത് ഫോളിയോ ദി സൊജോർണോ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റെസിഡൻസ് പെർമിറ്റ് അതിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം, അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നാളായി കണ്ടിന്യൂസ് ഇത്തരത്തിലുള്ള റിക്വസ്റ്റ് വരുന്നു. ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇത് ഇറ്റാലിയൻ പഠിപ്പിക്കുക എന്നതിലുപരിയായിട്ട് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ് കൂടിയാണ്. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. 6 ഇമ്പോർട്ടൻ്റ് പോയിന്റുകൾ പറഞ്ഞു തരാം. അതായത് 6 സ്റ്റെപ്പ് ഏതൊക്കെയാണെന്ന് ഇതിന് ഈ ഫോളിയോ ദി സൊജോർണോന് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 6 കാര്യങ്ങൾ. ഫസ്റ്റ് വൺ, പ്രിപ്പറാരെ ല ഡോക്യുമെന്റേഷനെ നെസസാരിയ. പ്രിപ്പറാരെ ല ഡോക്യുമെന്റേഷനെ നെസസാരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഡോക്യുമെൻസും നമുക്ക് ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡിയാക്കുക. അതാണ് ഫസ്റ്റ് പോയിന്റ്. പാസ്പോർട്ട് വാലിദോ con una copia della pagina principale e del visto എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. ഈ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജും അതുപോലെ തന്നെ വിസ ഉള്ള പേജിൻ്റെയും ഒരു കോപ്പി നമുക്ക് ആവശ്യമാണ്. മോദുളോ ദി റിക്വെസ്റ്റ. മോദുളോ ദി റിക്വെസ്റ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഫോമാണ്. നമുക്കത് ക്വസ്റ്റൂറയുടെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് നമുക്ക് ആവശ്യമുള്ളത് ഫോട്ടോ തേസറെ റെച്ചേന്തി എന്ന് പറയും. ഫോട്ടോ തേസറെ റെച്ചേന്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ്. അപ്പം നമുക്ക് 4 പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് ആവശ്യമുണ്ട്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രൊവിൻസിൻ്റെ കോഡ് ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇറ്റലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി സ്റ്റേറ്റ് ആയിട്ട് ഇന്ത്യയെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇറ്റലി പ്രൊവിൻസ് ആയിട്ടാണ്, അതായത് പ്യമോന്തെ, ലൊംബർദിയ, ലാറ്റ്സിയോ ഇങ്ങനെ പല പ്രൊവിൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഉദാഹരണത്തിന് മിലാൻ ഭാഗത്തുള്ള എല്ലാ ജനങ്ങളും ലൊംബർദിയ എന്ന പ്രൊവിൻസിൻ്റെ കീഴിൽ, പ്രൊവിൻസ എന്ന് പറയും, ആ പ്രൊവിൻസിൻ്റെ കീഴിൽ വരും. അപ്പോൾ അവർക്കൊരു കോഡ് ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ ഏത് സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് ആ പ്രൊവിൻസിൻ്റെ കോഡ് നമ്മൾ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് വൺ, contratto di lavoro o altre documentazioni che dimostri il motivo della richiesta. എക്സാമ്പിളായിട്ട് നമുക്ക് certificato di iscrizione scolastica per studio, certificazione familiari per motivi familiari, ഇങ്ങനെ പല കാരണങ്ങളും പറയാം. ഇനി നമ്മൾ ഫോളിയോ ദി സൊജോർണോനെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളുടെ കോൺട്രാക്റ്റിൻ്റെ, അതായത് നമ്മൾ എവിടെയാണ് ജോലിക്ക് കയറിയിരിക്കുന്നത് അവിടുത്തെ ഓണർ നമുക്കൊരു കോൺട്രാക്റ്റ് സർട്ടിഫിക്കറ്റ് തരണം. ആ സർട്ടിഫിക്കറ്റ് അതുമല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കാനാണ് വന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ അവിടെ നമ്മൾ അഡ്മിഷൻ എടുത്ത സർട്ടിഫിക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ്, എന്താണ് നമ്മൾ ഇറ്റലിയിൽ ചെന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, അസിക്കുറസ്യോനെ സാനിത്താരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. അതായത് ഇൻഷുറൻസ് നമുക്ക് അവിടെ കിട്ടും. നമ്മുടെ പോലെ എല്ലാ രോഗങ്ങൾക്കും നമുക്ക് ഫ്രീ ട്രീറ്റ്മെൻ്റ് ആണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ പോയി ഹെൽത്ത് കാർഡ് എടുത്തിരിക്കണം, ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്തിരിക്കണം. അതിനാണ് അസിക്കുറസ്യോനെ സാനിത്താരിയ എന്ന് പറയുന്നത്. ആ സർട്ടിഫിക്കറ്റ് കൂടി നമ്മൾ ഇതിനോടൊപ്പം ആഡ് ചെയ്യണം. പ്രിപ്പറേഷനെ നെസസാരിയ എന്ന് പറഞ്ഞ് നമ്മൾ കുറേ കാര്യങ്ങൾ കണ്ട് എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ റെഡിയാക്കി വയ്ക്കേണ്ടതെന്ന്. ഒരിക്കൽ കൂടി പറയാം ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ റെഡിയാക്കേണ്ടതെന്ന്. ഫസ്റ്റ് വൺ, പാസ്പോർട്ട് വാലിദോ. വാലിഡ് ആയിട്ടുള്ളൊരു പാസ്പോർട്ട് വേണം. അതിൻ്റെ ഫസ്റ്റ് പേജും വിസയുള്ള പേജും ഫോട്ടോ കോപ്പി എടുത്തിരിക്കണം. നെക്സ്റ്റ് വൺ, മോദുളോ ദി റിക്വെസ്റ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഫോം നമ്മുടെ കയ്യിൽ വേണം. തേർഡ് വൺ, ഫോട്ടോ തേസറെ റെച്ചേന്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് 4 വേണം. ദെൻ നമ്മുടെ കോദിച്ചതല്ലേ പ്രൊവിൻസി, അതായത് നമ്മൾ ഏത് പ്രൊവിൻസിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രൊവിൻസിൻ്റെ കോദിച്ച് വേണം. കോദിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഡ് വേണം. ആ കോഡ് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഫോമിൽ തന്നെ ഒരു ടേബിൾ ഉണ്ടാവും. ആ ടേബിളിൽ നിന്ന് ലഭിക്കും. അതായത് ഓരോ പ്രൊവിൻസിൻ്റെയും കോഡ് എഴുതിയ ഒരു ടേബിൾ ഈ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഒപ്പം ഉണ്ടാകും. അത് നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ നിന്നാണ് വാങ്ങിക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കയ്യിൽ അത് കിട്ടും. അപ്പം നിങ്ങൾ മറിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ 3-ാമത്തെ പേജാണെന്ന് തോന്നുന്നു, കറക്റ്റ് ഓർമ്മയില്ല. അങ്ങനെ ഒരു ടേബിളുള്ള എല്ലാ പ്രൊവിൻസിൻ്റെയും കോഡുള്ള ഒരു ടേബിൾ ഉണ്ട്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്കത് ലഭിക്കുന്നതാണ്. പിന്നെ വേണ്ടത് നിങ്ങളുടെ ജോലി സ്ഥലത്തെ കോൺട്രാക്റ്റ് സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടത്തെയോ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ്, നിങ്ങൾ എന്തിനാണ് ഇറ്റലിയിലായിരിക്കുന്നത് എന്ന് കാണിക്കാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് വേണം. കൂടാതെ ഹെൽത്ത് ഇൻഷുറൻസും കൂടി വേണം.
റിത്തിരാരെ ഇൽ കിറ്റ് പ്രേസുലുഫിച്ചോ പോസ്റ്റാലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ ചെന്നിട്ടാണ് നിങ്ങൾ ഈ കിറ്റ് വാങ്ങിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ സ്പോർട്ടെല്ലോ അമ്മീക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന പേരിൽ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. സ്പോർട്ടെല്ലോ അമ്മീക്കോ. ആ ഹെൽപ്പ് ഡെസ്കിൽ ചെന്നിട്ട് യെല്ലോ കളറിൽ ഒരു കിറ്റ് ഉണ്ട്. ആ കിറ്റ് അവിടെ നിന്ന് വാങ്ങിക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോമെല്ലാം ലഭിക്കുന്നതാണ്. തേർഡ് വൺ കൊമ്പിലാരെ എ ഇൻവിയാരയിൽ മോതുളോ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ഫില്ല് ചെയ്യുക, എന്നിട്ട് അത് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അത് പോസ്റ്റ് ഓഫീസിൽ തന്നെ തിരിച്ചു കൊടുക്കുക. കോംപ്യ ഇൽ മോതുളോ കോൺ അറ്റൻസിയോണെ, അതായത് വളരെ കെയർഫുള്ളായിട്ട് തന്നെ നമ്മൾ ആ ഫോം ഫില്ല് ചെയ്യണം. അല്ലേഗല ഡോക്യുമെൻറ്റേഷൻ റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും ഇതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്തിരിക്കണം. Una volta pronto consegna il kit all'ufficio postale abilitato. അതായത് നമ്മൾ ഒരു പ്രാവശ്യം ഇതെല്ലാം ഫില്ല് ചെയ്ത് എല്ലാ ഡോക്യുമെൻറ്റ്സും അതിൻ്റെ ഒപ്പം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തുള്ള പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി നമുക്ക് ഈ കിറ്റ് അവിടെ കൊണ്ടുപോയി കൊടുക്കാം. അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ അവിടെ നിന്ന് അവർ തരും. അതെന്തൊക്കെയാണെന്ന് നോക്കാം. Una ricevuta con la data di un appuntamento presso la questura per le impronte digitali. questura എന്ന് പറഞ്ഞാൽ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്നൊക്കെ പറയാം. അതായത് നമ്മളായിരിക്കുന്ന സിറ്റിയിലെ ഒരു മെയിൻ ആയിട്ടുള്ള പോലീസ് ഓഫീസാണത്. അവിടെ നമുക്ക് റെസിഡൻസ് പെർമിറ്റ്, പാസ്പോർട്ട് അല്ലെങ്കിൽ മറ്റ് ലീഗലായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം ലഭിക്കുന്നത് ഈ ക്വസ്റ്റൂറയിൽ നിന്നായിരിക്കും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ക്വസ്റ്റൂറയിൽ പോയിട്ട് നമുക്ക് ഇംപ്രോന്ത് ഡിജിറ്റാലി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തമ്പ് ചെയ്യേണ്ട അപ്പോയിൻമെൻറ്റ് എന്നാണെന്നുള്ളത് നമുക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്നും അവർ പറഞ്ഞു തരും. Second one, una ricevuta che sostituisce temporaneamente il permesso di soggiorno fino al rilascio എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇറ്റലിയിലായിരിക്കുന്ന സമയത്ത് ടെമ്പററി ആയിട്ട് അവിടെ ആയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്കൊരു റെസിറ്റ് തരും. അതായത് ഒരു പേപ്പറിൽ അവർ താൽക്കാലികമായിട്ട് ഇറ്റലിയിൽ നമുക്ക് താമസിക്കാം എന്നുള്ള പെർമിഷനോട് കൂടിയ ഒരു റെസിറ്റ് തരും. ആ റെസിറ്റ് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ നിന്ന് മസ്റ്റായിട്ടും വാങ്ങിക്കാനായിട്ട് ഓർക്കണം. വൺ പ്രസൻറ്റാർസി ഇൻ ക്വസ്റ്റൂറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊരു അപ്പോയിൻമെൻറ്റ് ലഭിച്ചു പോസ്റ്റ് ഓഫീസിൽ നിന്ന്. ആ ഡേറ്റിൽ നമ്മൾ ക്വസ്റ്റൂറയിൽ ചെല്ലണം. ക്വസ്റ്റൂറയിൽ ചെല്ലുമ്പോൾ നമ്മളുടെ കയ്യിൽ മസ്റ്റായിട്ടും എല്ലാ ഡോക്യുമെൻറ്റ്സും ഒറിജിനലായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം ഉണ്ടായിരിക്കണം. എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെയും ഒരു കോപ്പി ഉണ്ടായിരിക്കണം. കൂടാതെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് നമുക്കൊരു റെസീറ്റ് കിട്ടിയിട്ടുണ്ട്, നമ്മൾ പേയ്മെൻറ്റ് നടത്തിയതിൻ്റെ റെസീറ്റ്. അതോടൊപ്പം തന്നെ നമുക്ക് താൽക്കാലികമായിട്ട് ടെമ്പററി ആയിട്ട് ഇറ്റലിയിൽ സ്റ്റേ ചെയ്യാനുള്ള പെർമിഷൻ നൽകിയ ഒരു റെസീറ്റ്. ഇതെല്ലാം നമ്മൾ അവിടെ കൊണ്ടുപോകണം അന്ന് പോകുമ്പോൾ. നെക്സ്റ്റ് വൺ അത്തേന്തരെ ഇൽ റിലാഷോ. നമ്മൾ ക്വസ്റ്റൂറയിൽ ചെല്ലുന്നു, അവിടെ നമ്മളുടെ തമ്പ് ചെയ്യുന്നു, നമ്മളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എല്ലാം വെരിഫൈ ചെയ്യുന്നു. എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. നമ്മുടെ ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയി. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യണം അതെല്ലാം റെഡിയാകാൻ വേണ്ടിയിട്ട്. നമുക്ക് വെബ്സൈറ്റിൽ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പോളിസിയ ദി സ്റ്റാത്തോ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നമ്മൾ കയറുക. നമുക്ക് ലഭിച്ച ആ കോഡ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യുക. അത് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഫോളിയോ ദി സൊജോർണോ പ്രൊസീഡ് ചെയ്യുന്നുണ്ടോ, അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ആ വെബ്സൈറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ലാസ്റ്റ് വൺ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ്സ്, അതായത് ഏകദേശം എത്ര രൂപയോളം നമുക്ക് ഈ പ്രോസസ്സ് ചെയ്യാനായിട്ട്, അതായത് ഫോളിയോ ദി സൊജോർണോ ചെയ്യാനായിട്ട് നമുക്ക് എത്ര രൂപയോളം ചിലവാകും എന്നതാണ് ലാസ്റ്റായിട്ട് പറയാൻ പോകുന്നത്. അതായത് ഫസ്റ്റ് വൺ കോൺട്രിബ്യൂട്ടോ അഡ്മിനിസ്ട്രേറ്റീവോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഫീസായിട്ട് 40 യൂറോ തുടങ്ങി 100 യൂറോ വരെയും വാങ്ങിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് ഏത് തരത്തിലുള്ള പെർമിഷനാണ് നമ്മൾ ചോദിക്കുന്നത്, വർക്ക് പെർമിഷനാണോ അല്ലെങ്കിൽ പഠനമാണോ, ഏത് തരത്തിലുള്ള പെർമിഷൻ നമ്മൾ ചോദിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. അത് 40 മുതൽ 100 യൂറോ വരെ അഡ്മിനിസ്ട്രേറ്റീവ് ഫീസായിട്ട് നമ്മളിൽ നിന്നും അവർ ഈടാക്കും. പിന്നെ മാർക്ക് ദി ബോള്ളോ എന്ന് പറഞ്ഞിട്ട് ഒരു സേദിച്ച് എയ്റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 16 യൂറോ നമ്മളിൽ നിന്നും വാങ്ങിക്കും. മാർക്ക് ദി ബോള്ളോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റവന്യൂ സ്റ്റാമ്പാണത് മാർക്ക് ദി ബോള്ളോ. സ്പേസി പോസ്റ്റാലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസ്റ്റിൻ്റെ എക്സ്പെൻസായിട്ട് ഒരു 30 യൂറോയും കൂടി നമ്മൾ അടയ്ക്കേണ്ടി വരും. ഇത്രയും യൂറോയാണ് നമ്മൾ ടോട്ടലായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സിൻ്റെ മീനിങ്സ് പറയാം. ഫസ്റ്റ് വൺ, ഫോളിയോ ദി സൊജോർണോ റെസിഡൻസ് പെർമിറ്റ്. ഫോളിയോ ദി സൊജോർണോ റെസിഡൻസ് പെർമിറ്റ്. മോദുളോ ഫോം. കൊമ്പിലാരെ ഫില്ല് ചെയ്യുക അല്ലെങ്കിൽ പൂരിപ്പിക്കുക എന്നൊക്കെ മലയാളത്തിൽ പറയും. കൊസ്റ്റൂറ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ക്വസ്റ്റൂറ എന്നാണ് പറയേണ്ടത്. ഫോട്ടോ തേസറെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ്. അസിക്കുറസ്യോണെ സാനിറ്റാരിയ ഹെൽത്ത് ഇൻഷുറൻസ്. കോസ്റ്റ്. ഫോളിയോ ദി സൊജോർണയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഏകദേശ ധാരണ ലഭിച്ചിട്ടുണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. ഇൻ കേസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണം എന്ന ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. മേ ഗോഡ് ബ്ലെസ് യു. ഗ്രാzie.